Hello everyone, we are discussing about the inventory management. Hello, നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സം ടോട്ടൽ ഓഫ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് നീഡഡ് ഫോർ ദി അക്വിസിഷൻ, സ്റ്റോറേജ് ആൻഡ് യൂസേജ് ഓഫ് മെറ്റീരിയൽസ്. ഇതിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഡിറ്റർമിൻ ദ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെന്ററീസ് ആണ്, as well as to ensure the adequate inventories are available for smooth operation, to minimize investment of funds in inventories, to minimize the cost of ordering and carrying cost, to maximize the wealth of shareholders, etc. And mainly നമുക്ക് ഇതിനെ three motives for holding inventory. These are transaction motive, production motive and speculative motive. And inventory, ഒരു optimal level of inventory നമ്മൾ kept ചെയ്താൽ നമുക്കുള്ള benefits നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. Uninterrupted production, അതായത് സ്മൂത്ത് ഓപ്പറേഷൻ, സ്മൂത്ത് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് എൻഷുർ ചെയ്യാം. എഫിഷ്യൻറ്റ് പർച്ചേസ്, ഇൻഡിപെൻഡൻറ്റ് സെയിൽസ്, ഗുഡ് വിൽ വിത്ത് കസ്റ്റമേഴ്സ്. അതുപോലെ തന്നെ കോസ്റ്റ് ഇൻവോൾവ് ആകാനുള്ള മെയിൻ കോസ്റ്റുകൾ എന്ന് പറയുന്നത് ഓർഡറിംഗ് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ് ആൻഡ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. ഇത്രയാണ് നമ്മൾ ഡിഫറെൻറ്റ് കോസ്റ്റുകൾ പഠിച്ചത്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ കണ്ടിരുന്നു. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ ടെക്നിക്സ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. ഈ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻവെന്ററി ഐഡന്റിഫൈ ചെയ്യാനും അതിനേക്കാൾ ഒരു കൂടിയ ലെവലിൽ ഇൻവെന്ററി വരാതെ നമുക്ക് മിനിമൈസ് ചെയ്തുകൊണ്ട്, അതായത് ഇൻവെന്ററീസിൽ ഇൻവെസ്റ്റ്മെന്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് മാനേജ് ചെയ്യാം, എങ്ങനെ മാനേജ് ചെയ്യണം എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനാണ് ഡിഫറെൻറ്റ് ടെക്നിക്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് താഴെ കാണിക്കുന്നത്. Economic order quantity, classification and codification of inventories, stock levels, safety stock, inventory turnover ratio, ABC analysis, WED analysis, aging schedule of inventories, perpetual inventory system, JIT inventory, just in time inventory system. അങ്ങനെ നമുക്കൊരു 10 major techniques ആണുള്ളത് for the purpose of inventory management. So let's discuss one by one. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ്. വാട്ട് ഇസ് ദിസ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി? നമ്മൾ പറഞ്ഞു ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻവെന്ററി ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഇതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? EOQ is that quantity at which the total inventory cost is minimum. എന്താണ്? ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് മിനിമം ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നാണ് ഈ EOQ എന്ന് പറയുന്നത്. ആൻഡ് എന്താണ് ഈ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ്? ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് 2 kinds of കോസ്റ്റ് ആണ്. ഓർഡറിംഗ് കോസ്റ്റ് ആൻഡ് ദ ക്യാരിയിങ് കോസ്റ്റ്. ഓർഡറിംഗ് കോസ്റ്റ് എന്തായിരുന്നു? ഓർഡറിംഗ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ റിലേറ്റിംഗ് ടു acquisition of materials. അതായത് കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് എ പർച്ചേസ് ഓർഡർ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, സാലറീസ് ഓഫ് സ്റ്റാഫ് എൻഗേജ്ഡ് ഇൻ പ്ലേസിംഗ് ഓർഡർ, സാലറീസ് ഓഫ് സ്റ്റാഫ് എൻഗേജ്ഡ് ഇൻ റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ, കോസ്റ്റ് ഓഫ് സ്റ്റേഷനറി, ടെലിഫോൺ എക്സെട്ര. ഇതെല്ലാമാണ് ഓർഡറിംഗ് കോസ്റ്റ്. ആൻഡ് വാട്ട് അബൌട്ട് ദ ക്യാരിയിങ് കോസ്റ്റ്? Carrying cost refers to cost of holding or carrying the stock in storage. സ്റ്റോറേജ് കോസ്റ്റ് എന്ന് കൂടി പറയാറുണ്ട്. ഈ സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യുന്ന, ക്യാരി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതിനാണ് ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയാം. ആൻഡ് ദീസ് ഇൻക്ലൂഡ്സ് റെന്റ്, ഇൻഷുറൻസ് ഓഫ് സ്റ്റോർസ്, ക്ലറിക്കൽ കോസ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലോക്ക്ഡ് അപ്പ് ഇൻ സ്റ്റോർസ്, സ്റ്റാഫ് സാലറീസ്, ഒബ്സോലസൻസ്, വേസ്റ്റേജസ് ഓഫ് മെറ്റീരിയൽസ് എക്സെട്ര. ഇതായിരിക്കും അത്. ഇനി പ്രാക്ടിക്കലി the two costs have inverse relationship. ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് രണ്ട് കോസ്റ്റും തമ്മിലുണ്ടായിരിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓർഡർ ക്വാണ്ടിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇഫ് ഓർഡർ ക്വാണ്ടിറ്റി ഇസ് ലാർജർ, ഓർഡറിംഗ് കോസ്റ്റ് വിൽ ബി ലോ. കാരണം ബൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓർഡർ കോസ്റ്റ് കുറയും. because orders placed are few. നമ്മൾ ബൾക്ക് ഓർഡർ ചെയ്യുമ്പോൾ എപ്പോഴും ഓർഡർ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഓർഡറിംഗ് കോസ്റ്റ് കുറയും. ബട്ട് എന്ത് സംഭവിക്കും?
the carrying or storage cost will be high. Carrying cost കൂടുതലായിരിക്കും. If the ordering quantity is less, ordering quantity less ആണെങ്കിൽ എന്ത് സംഭവിക്കും? The ordering cost will be high. This is because more number of orders have to be placed. At that time, the carrying cost will be less. Therefore, ordering quantity should be fixed at that level where the total cost of inventory is lowest. നമ്മൾ എത്ര ഓർഡർ ചെയ്യണം, റീ ഓർഡർ ചെയ്യുമ്പോൾ എത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യണം എന്നുള്ളത് എങ്ങനെ നോക്കിയിട്ട് വേണം ചെയ്യാൻ? ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി ലെസ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ വേണം, അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ വേണം നമ്മൾ ഓർഡറിംഗ് ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യാൻ. ഇനി ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി എന്ന് പറയുന്നത് എന്താ? That is total cost of inventory equal to ordering cost plus carrying cost. So that we can say that economic order quantity is that particular quantity at which the total inventory cost is minimum. And the EOQ model was first proposed by Harris in 1915. It was further developed by Wilson in 1928. Hence, EOQ model is popularly known as Wilson's lot size formula. Wilson's lot size formula included in the Then, coming to the important assumptions of EOQ, economic order quantity. The important assumptions are: the demand for the material is exactly known. Material demand കൃത്യമായിട്ട് അറിയാം. The consumption rate is constant. The purchase price of material per unit is fixed. The carrying cost or storage cost per unit is fixed. The ordering cost per order is fixed. The quantity of material ordered is received immediately. That is lead time is zero. Order time തന്നെ നമുക്ക് ഉടനെ തന്നെ ക്വാണ്ടിറ്റി ലഭ്യമാകുന്നുണ്ട് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. The important assumptions are: the demand for the material is exactly known. The consumption rate is constant. The purchase price of material per unit is fixed. The carrying cost or storage cost per unit is fixed. The ordering cost per order is fixed. The quantity of materials ordered is received immediately. That is the lead time is zero. Then the determination of EOQ. എങ്ങനെ നമുക്ക് EOQ determine ചെയ്യാം? We have four methods or approaches to determine EOQ. The four methods are algebraic method, graphical method, tabular and cost comparison method. These are the four major approaches to determine the EOQ. നമ്മൾ ഇന്ന് ഇവിടെ algebraic method ആണ് പഠിക്കുന്നത്. Algebraic or formula method, formula യൂസ് ചെയ്യുന്ന മെത്തഡാണ്. This method is very useful if the purchase price of material does not fluctuate from one order size to another. അതായത് പർച്ചേസ് പ്രൈസ് വളരെ അധികം ഒരു ഓർഡർ ഒരു വട്ടം നമ്മൾ ഓർഡർ ചെയ്യുന്നു, നെക്സ്റ്റ് ഓർഡർ കൊടുക്കുമ്പോഴും ആ പർച്ചേസ് പ്രൈസിൽ വ്യത്യാസം വരുന്നില്ലെങ്കിൽ ഈ മെത്തേഡ് യൂസ്ഫുൾ ആണ്. This method is very useful if the purchase price of material does not fluctuate from one order size to another. Under this method, EOQ is computed by the following formula. EOQ equal to root of 2CO divided by I, where C equal to annual consumption or usage of material, O stands for the cost of placing an order, and I stands for annual carrying or storage cost per unit. It is usually calculated as given percentage of value of material per unit. അപ്പോൾ EOQ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? റൂട്ട് ഓഫ് 2CO ഡിവൈഡഡ് ബൈ I. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ കൺസംഷൻ ഓർ യൂസേജ് ഓഫ് മെറ്റീരിയൽ. O stands for the cost of placing an order, and I stands for annual carrying or storage cost per unit. ഇത് യൂഷ്വലി വാല്യൂ ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റിന്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. And the following points should be noted. If in a question, requirement of material is given as weekly, monthly or half yearly, it should be converted into annual requirement. Weekly, monthly, half yearly തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇയർ വൈസ് അല്ലെങ്കിൽ ആനുവൽ റിക്വയർമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതുപോലെ if the carrying or storage cost is given as percentage of average stock price per unit per year, calculate carrying cost by multiplying the percentage with the purchase price of material. അപ്പോൾ carrying cost അഥവാ storage cost നമുക്ക് സ്റ്റോക്ക് പ്രൈസസിന്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ carrying cost നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പർച്ചേസ് പ്രൈസ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം.
by multiplying the percentage with purchase price of the material per unit. ഒരു എക്സാമ്പിൾ ഉണ്ട്, നമുക്കത് വെച്ച് ഡിസ്കസ് ചെയ്യാം. Calculate EOQ from the following information. Also calculate the number of orders to be placed in a year. Annual consumption 10,000 kg. Cost of placing an order ₹50. Cost per kg of material ₹2. Storage cost 8% on average inventory. And EOQ equal to root of 2CO divided by I. E C എന്ന് പറയുന്നത് എന്താണ്? root of 2 into C into 1. C എന്ന് പറയുന്നത് എന്താണ്? Annual requirement. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിലെ annual consumption is 10,000 kg. So 2 into 10,000. And what about O? Ordering cost. It is given here. Cost of placing an order, it is ₹50. So into 50. 2 into 10,000 into 50. Then what about I? Carrying cost or storage cost. Storage cost equal to 8% on average inventory. Average inventory 8%. അപ്പോൾ അങ്ങനെ പെർസെൻറ്റേജ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ പർച്ചേസ് പ്രൈസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ക്വസ്റ്റ്യനിൽ പർച്ചേസ് പ്രൈസ് 2 ആണ്. അപ്പോൾ സ്റ്റോറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 8% of 2. So you will get 0.16. Root of 2 into 10,000 into 50 divided by 0.16. So you will get the EOQ എന്ന് പറയുന്നത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2500 kg ആണ്. അതായത് ഈ ഒരു ക്വാണ്ടിറ്റി ലെവലിലാണ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി ഇസ് മിനിമം. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി മിനിമം ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ലെവലാണ് 2500 kg. ഇനി ഇവിടെ വേറൊരു കാര്യം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് ഇൻ എ ഇയർ. ഒരു കൊല്ലം നമ്മൾ എത്ര ഓർഡേഴ്സ് പ്ലേസ് ചെയ്യണമെന്ന്. നമ്പർ ഓഫ് ഓർഡേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ആനുവൽ കൺസംഷൻ ഡിവൈഡഡ് ബൈ EOQ. ഇവിടെ ആനുവൽ കൺസംഷൻ 10,000 ആണ്. EOQ കാൽക്കുലേറ്റഡ് ഇസ് 2,500. So 10,000 divided by 2,500, that is 4 orders per year. ഒരു കൊല്ലം 4 ഓർഡർ. അപ്പോൾ 4 ടൈംസ് ആണ് ഈ കമ്പനിക്ക് ഈ ഓർഡർ 2,500 വെച്ച് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത്. EOQ എന്ന് പറയുന്നത് എപ്പോഴും ക്വാണ്ടിറ്റിയിലായിരിക്കും. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അതായത് ഒന്ന് നമുക്ക് പറയാം, വളരെ ഈസിയർ ആയിട്ട് ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതായത് എപ്പോൾ നമ്മൾ റീ ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം കെപ്റ്റ് ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒപ്റ്റിമം ഈ EOQ മെഷർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം പറയുന്നത് it is difficult to predict the exact usage of items. This is because consumption fluctuates with demand as well as with seasonal variation. അതായത് കൃത്യമായിട്ട് 2,500 യൂണിറ്റ്സ് നമ്മൾ പറഞ്ഞത് കൃത്യമായിട്ട് യൂസ് ചെയ്യുമോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഡിമാൻഡിനനുസരിച്ചിരിക്കും നമ്മൾ കൺസംഷൻ, അതുപോലെ തന്നെ സീസണൽ വേരിയേഷൻ അനുസരിച്ചായിരിക്കും കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അത് എൻഷുർ ചെയ്യാൻ പറ്റില്ല. The second problem, the assumption that constant rate of consumption of inventories is not feasible in actual situation. The rate of consumption may vary over time. ഒരിക്കലും ആക്ച്വൽ സിറ്റുവേഷനിൽ ഇൻവെന്ററി കൺസംഷൻ നമുക്ക് ഇത്രയും കോൺസ്റ്റന്റ് റേറ്റിലാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആൻഡ് തേർഡ് പ്രോബ്ലം, ദ assumption that quantity ordered is received immediately is not realistic. ഓർഡർ ചെയ്ത പക്ഷം തന്നെ ഇമ്മീഡിയറ്റ്ലി നമുക്കത് ലഭിക്കുമെന്ന് നമുക്ക് ഒരിക്കലും അസ്യൂം ചെയ്യാൻ പറ്റില്ല. The supply may not immediately reach the firm as soon as the order is placed. And the fourth problem, EOQ concept is based on the fact that ordering cost and transportation cost are constant for the order quantities and period considered. But this will not be true. Ordering cost and transportation cost എപ്പോഴും കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു, പക്ഷെ അത് കോൺസ്റ്റന്റ് ആയിരിക്കണമെന്നില്ല. അതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്. So this is all about our EOQ. And another ഒരു ഫോർമുല, ഒരു കാൽക്കുലേഷൻ ആണ് POQ, that is period order quantity. Period order quantity refers to the time gap between two orders. രണ്ട് ഓർഡേഴ്സ് എടുക്കുന്ന സമയം, അതായത് ടൈംസ് എന്ന് കാണിക്കാനാണ് POQ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് എത്ര ഇന്റർവെൽ വരുന്നുണ്ട്. It simply refers to the order interval. It is calculated as follows. Order interval equal to 12 or 365 divided by number of orders per year.
and number of orders per year equal to annual requirement divided by EOQ. For example, suppose EOQ is 300 units and annual requirement is 1200 units. The number of orders per year is 4. ഇങ്ങനെയാ annual requirement divided by EOQ ചെയ്താൽ മതി. 1200 divided by 300. In this case, order interval is 3 months. ഇങ്ങനെ 3 months കിട്ടിയിട്ടുണ്ടായിരിക്കാം. 12 divided by 4 number of orders. So 3 months gap ആണ് ചെയ്യുന്നത്. Therefore, under the POQ application, orders are planned approximately every 3 months and typically order quantity is 300. അതായത് 3 months കൂടുമ്പോൾ നമ്മൾ അത് ഓർഡർ പ്ലേസ് ചെയ്യണം. ആൻഡ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 300 യൂണിറ്റ്സ് ആണ്. അതാണ് പറയുന്നത്, മനസ്സിലാക്കുന്നത്. ദെൻ അതർ ടെക്നിക്ക്, ഇതാണ് ഫസ്റ്റ് ടെക്നിക്ക് അബൌട്ട് ഇറ്റ് ഈസ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. നമ്മൾ ഇന്ന് പഠിച്ചത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി തന്നെയാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ അത് ഓൾജിബ്രിക് മെത്തഡാണ് നമ്മൾ പഠിച്ചത്. റൂട്ട് ഓഫ് 2CO ഡിവൈഡഡ് ബൈ I, as C stands for annual consumption, I stands for ordering cost, then divided by ഇതെവിടെയുണ്ട് C stands for annual consumption, O stands for ordering cost, and I stands for inventory cost. അതൊരു കാര്യം പഠിച്ചു. Then POQ order interval കാണാൻ 12 months or 12 or 365 divided by number of orders per year. Number of orders per year ലഭിക്കാൻ annual requirement divided by EOQ ചെയ്താൽ മതി. Then classification and codification of materials. ഇത് another method ആണ്, ടെക്നിക് ആണ് of inventory management. Classification and codification of materials. അതായത് ഇവിടെ പറയുന്നതാണ് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞത്. Classification of materials refers to grouping of materials according to their nature in suitable categories. ഓരോ കാറ്റഗറി അനുസരിച്ച്, ഓരോ അതിൻ്റെ നേച്ചർ അനുസരിച്ച് അത് ഡിവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, അയൺ, അലുമിനിയം, കോപ്പർ എക്സെട്ര may be classified as metals. Items like soap, cotton waste, lubricating oil, etc. may be classified as consumable stores. All forms of tools, including jigs and fixtures, may be classified as tools, etc. ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഈ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് ഫോർ ഈസി മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആസ് വെൽ ആസ് ഐഡന്റിഫിക്കേഷൻ പർപ്പസ്. പ്രോപ്പറായിട്ട് ഈസിയർ ഐഡന്റിഫൈ ചെയ്യാനും ആ മെറ്റീരിയൽസിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിൽ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള അടുത്ത സ്റ്റെപ്പാണ് കോഡിഫിക്കേഷൻ. Having classified the materials, the next step is to codify the material. And what is this codification? Codification is the process of giving distinct numbers or letters or symbols to each item of material to facilitate easy identification. എപ്പോഴും നമ്മൾ കോഡിംഗ് ഉപയോഗിക്കുന്നത് എന്തിനാ? പെട്ടെന്ന് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ കോഡിഫിക്കേഷന്റെ പർപ്പസ് പറഞ്ഞത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗിവിംഗ് ഡിസ്റ്റിങ്ക്റ്റ് നമ്പർ ഓർ ലെറ്റേഴ്സ് ഓർ സിംബൽസ് ടു ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽ to facilitate easy identification. Thus, a number or level, letter or symbol is a code. അതായിരിക്കും കോഡ് നമ്പർ ആകാം, ലെറ്റർ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സിമ്പിൾ ആയിരിക്കാം. ഇതാണ് നെക്സ്റ്റ് ടെക്നിക്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് രണ്ട് ടെക്നിക്കാണ്. ദ ഫസ്റ്റ് ടെക്നിക് EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്. താങ്ക് യു.